ആദ്യമായി ഐ ലവ് യു ജീസസ്, ഐ ലവ് യു മേരി മാത, ആൻഡ് ഐ ലവ് യു ജോസഫ് അച്ച. എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിവിടെ നിൽക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ല നങ്ങ്യാർകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ എങ്ങനെ കാനഡയിൽ വരെ എത്തി എന്നുള്ളത് വരെ പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡായിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെ പാർട്ട് ടൈം ജോലി കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ സെറ്റിൽഡായിട്ട് എങ്ങനെ പാർട്ട് ടൈം ജോലി കണ്ടെത്തുന്നതാണ്. അത് ഞാൻ ഒരുപാട് തിരഞ്ഞു, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് റെസ്യൂമൊക്കെ കൊടുത്തു. ഞാൻ എല്ലാ ദിവസവും ജോലി അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും ഉടമ്പടിത്തായാലും ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ എന്നിരുന്നാലും ഞാൻ രണ്ട് മാസത്തോളം ഞാൻ കഷ്ടപ്പെട്ടു. പല സ്ഥലത്തും റെസ്റ്റോറൻറ്റ്സ്, അതുപോലെ ഷോറൂംസ്, എല്ലായിടത്തും ഞാൻ റെസ്യൂംസ് സപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. ഞാൻ അവസാനം മാധവനോട് തന്നെ പറഞ്ഞു, എനിക്ക് മാതാവ് തീരുമാനിക്കുന്ന ഒരു സമയത്ത് എനിക്ക് നല്ലൊരു ജോലി തന്നാൽ മതി. ഞാൻ എന്നിരുന്നാലും ഞാൻ ഇത്രയും നാൾ പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് ടൊയോറ്റയിൽ നല്ലൊരു ജോലി കിട്ടി. അതായത് അവിടെ ടയർ അസംബ്ലിങ്, വീൽ അസംബ്ലിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അങ്ങനെ അതാണ് എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഓൺ ക്യാമ്പസിലും കുറച്ച് ഓപ്പർച്യൂണിറ്റീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് പല പാർട്ട് ടൈം ജോബ്സ് അവിടെയും ഓൺ ക്യാമ്പസിൽ തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ. അതിൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത്. ഞാനത് അപ്ലൈ ചെയ്തിട്ട് അതിന് ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു. അതിനകത്ത് വെച്ചാൽ ഫാക്കൽറ്റീസിൻ്റെ സിഗ്നേച്ചർ, അങ്ങനെ അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഒരു സപ്പോർട്ട് എല്ലാം വേണമായിരുന്നു. ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിഡ് ടേം എക്സാമും അതുപോലെ തന്നെ മിഡ് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇതിനോട് തുടങ്ങുന്നത്. ആ സമയത്താണെങ്കിൽ ഫാക്കൽറ്റീസ് ആരും അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിഗ്നേച്ചർ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാധവനോട് തന്നെ പറഞ്ഞു, മാധവ് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട്. മാധവനും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ചപ്പം ഫാക്കൽറ്റീസ് ആരും ഇല്ല. അപ്പം ഞാൻ ഇവർക്കെല്ലാം മെയിൽ അയക്കാൻ തുടങ്ങി. ഇങ്ങനെ അത്യാവശ്യമുണ്ട്, എനിക്കത് ഫാക്കൽറ്റീസിൻ്റെ സിഗ്നേച്ചർ വേണം. അപ്പോൾ അവരാരും ക്യാമ്പസിലില്ല. പക്ഷെ ഒരു പ്രൊഫസർ എന്നെ ഔട്ട്സൈഡ് എന്നെ കാണാൻ കണ്ട് എനിക്ക് സിഗ്നേച്ചർ തന്നു. മറ്റു രണ്ടുപേര് എനിക്ക് അല്ലാതെ ഡിജിറ്റൽ സിഗ്നേച്ചർ തന്നു. അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡൻസിൻ്റെ സിഗ്നേച്ചറെല്ലാം കളക്ട് ചെയ്തു. എനിക്ക് ക്യാമ്പസിൽ തന്നെ വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെലക്റ്റായി. അതൊരു വളരെ അച്ചീവ്മെൻ്റായിട്ട് കണക്കുന്നു. പിന്നെ ഈ ഏപ്രിൽ 21 എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇവിടെ കൃപാസനത്തിൽ അമ്മ മാധവനെ നേരിട്ട് കാണണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ മാധവനോട് പറഞ്ഞു. പക്ഷേ എനിക്ക് വെച്ചാൽ ആ സമയത്ത് എനിക്ക് 19th ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ സാധ്യമല്ലായിരുന്നു. അത് ഫൈനൽ എക്സാം എഴുതിയില്ലെങ്കിൽ ഫെയിലായി പോകും. അപ്പം എന്താണെന്ന് അറിയത്തില്ല, അത് ഞാൻ പ്രാർത്ഥിച്ചൊരു 2 weeks കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 19th നടക്കുന്ന എക്സാം ഒരു വീക്ക് പുറകിലോട്ട് മാറ്റി. സോ എനിക്ക് വരാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ സുലഭമായി. അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സെലക്ട് ആയില്ല. അതിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് 22nd, 23rd and 24th, 25th ഇത്രയും ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ ഇത് മിസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയച്ചു കൊടുത്തു, ഇങ്ങനെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അനിയത്തിയുടെ കല്യാണത്തിന്, എനിക്ക് പോയിട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച്. അപ്പം അവർ പറഞ്ഞു, എന്നുവെച്ചാൽ എനിക്ക് ഉടനെ റിപ്ലൈ തന്നില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തന്നത്. നിങ്ങൾ കല്യാണത്തിന് പോയിട്ട് വന്നോളൂ, അപ്പം നിങ്ങൾക്ക് പ്രത്യേകം ഒരു ട്രെയിനിങ് തരാം. അതായത് എനിക്ക് മാത്രമായിട്ട്, അത് വെച്ചാൽ
നടക്കുന്ന കാര്യമൊന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഇത് വലിയൊരു ട്രെയിനിങ് ആണ്. വലിയൊരു ട്രെയിനിങ്. അത് അത്രയും ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റും ടൈമും എല്ലാം ചെയ്ത് നടക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മാത്രമായിട്ട് അവർ തരാമെന്ന് പറഞ്ഞാൽ ഇതൊരു ഇറ്റ് ഈസ് ടോട്ടലി വിത്ത് ദ ഗ്രേസ് ഓഫ് ജീസസ് ആൻഡ് മദർ മേരി. ആൻഡ് പിന്നെ ഇന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുണ്ടോ. ഞാൻ 2-3 ദിവസം വന്നു. ഈ കല്യാണത്തിൻ്റെ തിരക്കും പിന്നെ ഞായറാഴ്ച വന്നപ്പോഴും തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. എനിക്കത് ഭയങ്കര വിഷമമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ സപ്പോസ് ടു ട്രാവൽ ഓൺ എ ഫ്ലൈറ്റ്. ഞാനത് മിസ്സാക്കി. എന്നുവെച്ചാൽ അവിടെ ചെന്ന സമയത്ത് ഒരു 15 മിനിറ്റ് ലേറ്റായിപ്പോയി. ആ സമയത്ത് അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇത് പറ്റില്ല. അപ്പം ഞാൻ ആ പാടെ എന്താ പറയുക, ഒരു ബോധം പോകുന്ന പോലെ ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഫുൾ എമൗണ്ട് ഇനി അടയ്ക്കണോ, മോർ ദാൻ 1 lakh അടയ്ക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ, ഫുൾ ടിക്കറ്റ് എടുക്കണമെങ്കിൽ. അപ്പം ഞാൻ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പറഞ്ഞു, മാതാവ് നീ എന്ത് ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു ഓഫീസിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ആ സമയത്ത് അവരോട് പറഞ്ഞു എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ, എനിക്കിത് ഇന്ന് തന്നെ പോകാൻ പറ്റുമോ. അപ്പോൾ അവർ പറഞ്ഞു ഈ ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല, അപ്പോൾ ഇന്നൊരു ഫ്ലൈറ്റിൽ പോകാൻ പറ്റും, പക്ഷേ നിങ്ങളൊരു എക്സ്ട്രാ കുറച്ച് എമൗണ്ട് കൂടെ അടയ്ക്കേണ്ടി വരും. 1 lakh ഒന്നും അടയ്ക്കേണ്ടി വന്നില്ല, എന്നാലും കുറച്ച് എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു, 27,000. പക്ഷേ എനിക്കത് എന്താ പറയുക, ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റിയതിൽ എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഈ എമൗണ്ടിൻ്റെ കാര്യം എനിക്ക് അത് ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാം സാധ്യമായത് മാതാവ് കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും. ഇനിയും ഞാൻ ഉടമ്പടിയിൽ അമ്മ മാതാവിലും ജീസസിലും അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെയും ഞാൻ തുടർന്ന് ജീവിക്കുന്നു. വിശ്വമിശായിക്കട്ടെ. യാക്കോബ് 1:2 എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഗോപു കിരൺ എന്ന ഈ മകൻ കുപ്പുകരങ്ങളോടെ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളെ അമ്മ മാതാവ് വഴി എങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തത് മകൻ പറയുന്നത്, കാനഡയിൽ ചെന്ന് ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി ഏറെ അന്വേഷിച്ച് നടന്നു. എല്ലായിടത്തു നിന്നും റിജക്ഷൻ മാത്രം മകനെ കിട്ടിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് കാനഡയിൽ നിന്ന് ഒരു പാർട്ട് ടൈം ജോബ് സ്ഥിരതയോടെ ലഭിക്കുക ഏറെ ക്ലേശമുള്ള നാളുകളുമാണ്. മകൻ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ തൻ്റെ നിയോഗത്തെ സമർപ്പിച്ച് ഇവിടെ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ മാതാവ് വഴി ലഭിച്ച എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പോയ മകനാണ്. മാതാവിൻ്റെ കരങ്ങളിൽ തന്നെ തൻ്റെ അലച്ചിലുകളെ, ദിവസങ്ങളായി നടത്തുന്ന അന്വേഷണങ്ങളെ, ആഴ്ചകൾ കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥയെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മയുടെ കരങ്ങളിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മകൻ പറയുന്നുണ്ട്, ഇനി അമ്മ എന്നാണോ ആഗ്രഹിക്കുന്നത്, അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം സ്ഥിരപ്പെടുവാനും ജോലിയിലേക്കും വരുമാനത്തിലേക്കും വരുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവസവും അല്ലലില്ലാതെ ആദ്യ പിടിക്കാതെ പാനിക്കാകാതെ മകൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നുവെന്ന് മകൻ പറയുന്നുണ്ട്. ആ പാർട്ട് ടൈം ജോബിന് വേണ്ടി മകനെ തേടിയെത്തിയത് ടൊയോട്ട എന്ന് പറയുന്ന വലിയൊരു കമ്പനിയിൽ ഏറ്റവും നല്ല ശ്രദ്ധേയമായൊരു ജോലിയാണ്. അത് മകൻ കരുതിയതിനും മികച്ച റെമ്യൂണറേഷനോടുകൂടി മകനത് അമ്മ മാതാവ് അനുവദിച്ചു നൽകി. അതിൻ്റെ നന്ദിയാണ് ആദ്യം സൂചിപ്പിച്ചത്. രണ്ടാമത്, ക്യാമ്പസിനുള്ളിൽ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നൊരു ബോഡി, അത് കുറേ ഉത്തരവാദിത്തമുള്ളത്, കുറേ പ്രിവിലേജസ് ഉള്ളത്, അതിലേക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. മകൻ അതുപോലെ തന്നെ അതിനുവേണ്ടി ഒരു ബോർഡ് ഓഫ് ഡയറക്ടർ ആകുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്തു. മകൻ പറഞ്ഞു, പരീക്ഷ തീർന്ന സമയം അതിന് കുട്ടികളുടെ സപ്പോർട്ട് വേണം, അധ്യാപകരുടെ ഒപ്പീനിയനും അവിടെ സിഗ്നേച്ചർ വേണം. ഇതൊന്നും അനുകൂലമായ സാഹചര്യമല്ല, ഓരോരുത്തരെയും കണ്ടെത്തുവാനും എളുപ്പമല്ല. അതാണ് രണ്ടാമത് മകൻ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നത്. മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് സാഹചര്യങ്ങളെ ഒരുക്കി തരണം, ഒത്തിരി കടമ്പകൾ എൻ്റെ മുൻപിലുണ്ടെന്ന് മകൻ പറയുന്നുണ്ട്. പലർക്കും ഇമെയിൽ അയച്ചു,
ഇമെയിൽ അയച്ച പലരും നേരെ ഡിജിറ്റൽ സിഗ്നേച്ചറോടുകൂടി മകന് വേണ്ടുന്ന ലെറ്റർ തിരികെ അയച്ചു കൊടുത്തു. കൂട്ടുകാർ പലരും ഒപ്പിട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ചില പ്രൊഫസേഴ്സ് പുറത്തു വെച്ച് കണ്ട് നേരിൽ കണ്ട് ഔട്ട് ഓഫ് ദ ക്യാമ്പസ് അവർ നേരിൽ കണ്ട് മകന് വേണ്ട റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി കൊടുത്തു. അങ്ങനെ അവനത് വൺ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായി ആ ക്യാമ്പസിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത് മകൻ അതാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത്തത് മകൻ പറഞ്ഞത് പെങ്ങളുടെ കല്യാണമായിരുന്നു ഈ 19-ാം തീയതി, ഏപ്രിൽ 19. നാട്ടിലോട്ട് വരണം എന്നൊരാഗ്രഹം, പോയിട്ടധികം നാളൊന്നും ആയിട്ടില്ല. ആ വിവാഹം കൂടണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ അതിനുവേണ്ടി മനസ്സൊരുങ്ങി 2 കാര്യങ്ങൾ. ഒന്ന്, മാതാവിൻ്റെ നടയിൽ വന്ന് നന്ദി പറയണം. രണ്ടാമത്തത് വിവാഹം കൂടണം. ചെറിയ ചുരുക്കം ദിവസത്തേക്ക് വന്നൊന്ന് പോകണം. ഇതിങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ 2 പ്രശ്നങ്ങൾ ഒരുപോലെ വന്ന് വീണു. ആദ്യത്തത് പരീക്ഷയാണ്. അത് ആ ദിവസങ്ങളിൽ തന്നെ പരീക്ഷ വന്നു. രണ്ടാമത്തത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം 4 ദിവസത്തത്, അതും ഈ ദിവസങ്ങളിൽ തന്നെ വന്നു ചേർന്നു. രണ്ടും ഒരുപോലെ ഗൗരവമുള്ളതും ഒഴിവാക്കാനാവാത്തതും. മകൻ പറയുന്നുണ്ട്, ഞാനത് മാതാവിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. മാതാവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ക്രമീകരിച്ച് തന്ന് നാട്ടിൽ പോയി വിവാഹം കൂടുവാനും മാതാവിൻ്റെ അരികിൽ വന്ന് നന്ദി പറയുവാനും എനിക്കൊരു അവസരം തരണമെന്ന് മകൻ സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചു. പരീക്ഷ ഒരാഴ്ച പിന്നിലേക്ക് നീക്കി. അത് ഏപ്രിൽ മാസം 12-ാം തീയതി മകൻ പരീക്ഷ എഴുതി. വീണ്ടും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ട്രെയിനിങ്, അത് വളരെ ചിലവുള്ള, വളരെ റിസോഴ്സ് പേഴ്സൺസ് ഉള്ള ഒരു പ്രോഗ്രാമാണ്. അവൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്കൊരു കത്ത് കൊടുക്കുമ്പോൾ അവർ പറയുന്നു, 1-to-1 ട്രെയിനിങ് ചെയ്തു തരാം, നീ ധൈര്യമായിട്ട് നാട്ടിൽ പോയിട്ട് വാ, നിനക്ക് വേണ്ട പരിശീലനം നിനക്ക് മാത്രമായിട്ട് ചെയ്തു തരുവാൻ ഞങ്ങൾ തയ്യാറാണ്, നീ വിഷമിക്കേണ്ടത്. എങ്ങനെയാണ്, എത്രയും ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് പോലും അറിയാത്ത വിഷയങ്ങളിൽ അമ്മ മാതാവ് സുന്ദരമായി ഓരോന്നും ക്രമീകരിച്ച് കൊടുത്തുകൊണ്ട് ആ മകൻ്റെ ജീവിതത്തെ കൈപിടിച്ച് നടത്തുന്നതിനാണ് മകൻ നന്ദി പറയുന്നത്. മകന് പറയുന്നുണ്ട്, ഇവിടെ വന്നെത്തിയ ശേഷം മാതാവിൻ്റെ നടയിൽ നന്ദി പറയുവാൻ വേണ്ടി 1-2 തവണ വന്നു, പക്ഷെ വന്നിട്ട് സാധിച്ചില്ല. തിരക്കെല്ലാം കാരണം ഞാൻ തിരികെ പോയി. ഇന്ന് തിരിച്ച് കാനഡയ്ക്ക് രാവിലെ ഞാൻ ഫ്ലൈറ്റ് കയറേണ്ടതാണ്. ഞാൻ എയറോഡ്രമിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് 15 മിനിറ്റ് വൈകിപ്പോയി. അതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി, ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. ഏതാണ്ട് 1.25 ലക്ഷം രൂപ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജ് ഉണ്ട്. അവർ ആദ്യം തന്നെ അവനോട് പറഞ്ഞു, അടുത്ത ടിക്കറ്റ് എടുക്കണം, ഇന്നോ ഈ ദിവസങ്ങളിലോ പോകണമെങ്കിൽ അതിൽ കൂടുതൽ തുക ചിലവാക്കണം. അതുകൊണ്ട് വലിയ തുകയാണ് അവനോട് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി അവരാവശ്യപ്പെടുന്നത്. മകൻ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ തൊഴിലുള്ള വ്യക്തിയൊന്നുമല്ല, ഞാൻ പഠിക്കുവാണ്. ഇപ്പോൾ തന്നെ ഇത്രയും ഭീമമായ തുക എനിക്ക് ചിലവ് വന്നു, മാതാവിന് മാത്രമേ എന്തെങ്കിലും ചെയ്തു തരാനാവൂ. അതാണ് അവൻ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാൻ മാതാവിനോട് മാതാവ് തന്നെ ഇടപെടണം, സഹായിക്കണം, വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒരാളോട് വീണ്ടും ചോദിച്ചു, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. ഉടനെ ഒരാൾ, അതാണ് ഉടമ്പടിയിൽ എപ്പോഴും ദൂതന്മാരുടെ സഹായമുണ്ടെന്ന് പറയുന്നത്. ആ വ്യക്തി പറഞ്ഞു, നേരെ ഒരു ഓഫീസ് ചൂണ്ടിക്കാണിച്ചിട്ട് നീ അകത്തേക്ക് കയറി ചെന്ന് കാര്യം പറയാൻ പറഞ്ഞു. ഉടനെ അകത്തേക്ക് കയറി ചെന്ന് അവൻ കാര്യങ്ങൾ പറഞ്ഞു, ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ചു. അവർ പറഞ്ഞു, നീ പോകാനുള്ള ഫ്ലൈറ്റിൽ നിനക്ക് പോകാൻ ഇനി അനുവാദമില്ല, ടൈം കഴിഞ്ഞു, അതിപ്പോൾ ജസ്റ്റ് ടേക്ക് ഓഫ് ആണ്. അടുത്തത് നിനക്ക് ഓപ്ഷൻ, ഫ്ലൈറ്റുണ്ട്, വൈകുന്നേരമുണ്ട്, നാളെയുണ്ട്, നിനക്ക് വേണമെങ്കിൽ നോക്കാം. ആദ്യം അവർ വലിയ തുക ടിക്കറ്റ് ചാർജ് പറഞ്ഞു. അവൻ്റെ അവസ്ഥ അവൻ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, എങ്കിൽ ഇപ്പോൾ കൊടുത്തതിൻ്റെ കൂടെ ചെറിയൊരു തുക നിനക്ക് കൊടുക്കാനാകുമോ? അതാണ് അവൻ പറഞ്ഞത്. 27,000 രൂപ കൂടെ അടക്കാൻ പറഞ്ഞു. ആ 27,000 രൂപ അവൻ അടച്ചു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കാനഡയ്ക്ക് പോകുവാൻ അവൻ്റെ ടിക്കറ്റ് ഓക്കെ ആയി. ശരിക്കും അവൻ്റെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങളെയും അവൻ എണ്ണിപ്പറക്കി പറയുമ്പോൾ ഒന്നേ പറയുന്നുള്ളൂ, ഞാൻ എല്ലായിടത്തും നിസ്സഹായനായിരുന്നു, എനിക്ക് ഒത്തിരി പരിമിതികളുണ്ട്, എനിക്ക് പറയാൻ പാടവം പോലുമില്ല. ഞാൻ ഓരോന്നും മാതാവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി അഭിഭാഷകയാവണം, എനിക്ക് വേണ്ടി മധ്യസ്ഥയാവണം, എനിക്ക് വേണ്ടി സംസാരിക്കണം, എനിക്ക് വേണ്ടി വ്യക്തികളെ ഒരുക്കി തരണം. ഇതുമാത്രം മാതാവിനോട് പറഞ്ഞ് അവനറിയാവുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി നെറ്റിത്തടത്തിൽ ഉടമ്പടി തൈലം കൊണ്ട് കുരിശടയാളവും വരച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ടിരുന്നു. ഓരോന്നും നമ്മൾ ഒറ്റക്കൊറ്റക്കെടുക്കുമ്പോൾ വളരെ ഗൗരവമുള്ള പ്രതിസന്ധി നിറഞ്ഞ വിഷയങ്ങളെ
എത്ര ലളിതമായി സുന്ദരമായി അമ്മ മാതാവ് അനുഗ്രഹമാക്കി മകന് മാറ്റിക്കൊടുത്തു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. മകൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് നൽകിയ ഈ വലിയ സംരക്ഷണത്തിന്, സഹായത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.